ഒരു കഷ്ണം ചേന ഇടും. ആദ്യം തന്നെ നമുക്ക് ഈ ചേനയുടെ തോലൊക്കെ കളഞ്ഞിട്ടൊന്ന് വൃത്തിയാക്കി വരാം. ചേനയുടെ തോല് കളഞ്ഞിട്ട് നമ്മൾ ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കഴുകിയിട്ട് അടുപ്പത്ത് വെച്ച് ഒന്ന് ചെറുതായിട്ട് വേവിച്ചെടുക്കാം. അതിന് ശേഷമാണ് നമുക്കിത് വറുത്ത് കോരിയെടുക്കാം. ചേന കഴുകി കുക്കറിലിട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അടുത്തതായിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു നുള്ളു മതി. പിന്നെ അല്പം കുരുമുളക് പൊടി. ഇനി ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇടുന്നത് കുറച്ച് കറിവേപ്പില, കുറച്ച് തേങ്ങാക്കൊത്തും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത്രയായാൽ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിൽ എണ്ണ ഒഴിച്ചത് ചൂടാകുമ്പോൾ അതിലേക്ക് കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് വറുത്തെടുക്കാം. പാത്രം അടുപ്പത്ത് വെച്ചു. ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുള്ളൂ. നമുക്കിതിലേക്ക് ചേന ഇട്ട് കൊടുക്കാം. ഇത് ചെറിയ തീയിൽ കിടന്നിട്ട് ഇനി മുരിഞ്ഞ് വരട്ടെ. എപ്പോഴും ചേന വേവിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പറിച്ച ഉടനെയുള്ള ചേനയാണെങ്കിൽ കുക്കറിലിട്ട് വേവിക്കരുത്. കാരണം പെട്ടെന്ന് വെന്ത് ഉടഞ്ഞു പോകും. ഇത് കുറച്ച് വെള്ളം വറ്റിയണൊക്കെയുള്ള ചേന ആയതുകൊണ്ടാണ് ഞാൻ കുക്കറിലിട്ട് വേവിച്ചത്. എന്നാലേ നമുക്കിങ്ങനെ മുരിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. ഇടയ്ക്കൊന്ന് നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. നല്ലതായിട്ട് മുരിഞ്ഞ് വരുന്നുണ്ട്. ആവശ്യത്തിന് എണ്ണയുണ്ട്. ഒരുപാട് എണ്ണ നമുക്ക് ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നില്ല. ചേന വറുക്കുന്നതും വറവെന്നും പറയാം, മെഴുക്കുവരട്ടിയെന്നും പറയാം. ചേന ഇവിടെ റെഡി ചെയ്യണ്ട. സൗണ്ടൊക്കെ നന്നായിട്ട് മാറി. ഒരുപാട് ഡ്രൈ ആക്കണ്ട. കാരണം ചേനയുടെ ആ ടേസ്റ്റ് അങ്ങ് മാറും ഒരുപാട് ഡ്രൈ ആകുമ്പോൾ. ഇത് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. എന്നാൽ കുറച്ച് സോഫ്റ്റ്നെസ് ഉണ്ടാവും. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയെന്ന് ഇതുപോലെ ഫ്രൈ ചെയ്ത് കൊടുത്താൽ നല്ല ടേസ്റ്റാണ്. മീൻ പൊരിക്കുന്ന പോലെ എണ്ണ ഒഴിച്ചിട്ട് ആക്കുകയാണെങ്കിൽ നമുക്ക് അധികം എണ്ണ ഉപയോഗിക്കേണ്ടി വരുന്നില്ല.